ഹലോ, ഇന്ന് രാവിലെ തന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക പറിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്ക കുറച്ചധികം തന്നെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മളങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ ഇലകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കണോണ്ടേ ഇതിൻ്റെ ഇടയിൽ കോവയ്ക്ക നിൽക്കുന്നത് നമ്മൾ കണ്ണിൽ പെടാനിട്ടാണ് കേട്ടോ, അല്ലാതെ കോവയ്ക്ക വേണ്ടാനിട്ടല്ലേ. അപ്പം അങ്ങനെ എന്തായാലും കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ കവറൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. കുറച്ചധികം തന്നെ കോവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എത്താത്ത ഒരു ഇതൊക്കെ ആയപ്പോൾ നമ്മുടെ ശ്രീകുട്ടീനെ വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ ഈ ഒരു കൊട്ടത്തളത്തിൻ്റെ മേലെ കയറ്റിയിട്ട് പൊട്ടിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. അവളെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവളുടെ ഡ്രസ്സും അങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. കൊട്ടത്തളല്ലേ, വെള്ളമൊക്കെ ആവണതല്ലേ, നമ്മളെപ്പോഴും പാത്രം കഴുകിയിട്ടൊക്കെ അങ്ങനെ ആവണതല്ലേ. അപ്പം എനിക്കൊരു പേടിയിട്ട് അവളെ മേലെ കയറ്റിയപ്പോൾ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ പൊട്ടിച്ച് തന്നിരുന്നു. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ വണ്ടിയോടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങി. നമ്മുടെ വിഷു ഒക്കെ വരാൻ പോവല്ലേ, ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വിഷു ക്ലീനിങ് ഒക്കെ എന്തായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെന്തായാലും നല്ല കാര്യമായിട്ടുള്ള ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ജനലും വാതിലും തുടയ്ക്കലും മാറാൽ തട്ടൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രീകുട്ടി വന്ന് ചോദിക്കുകയാണ്, അമ്മ എന്താ ഫോൺ എടുക്കണില്ലേ, വീഡിയോ എടുക്കണില്ലേ, അല്ലെങ്കിൽ ഒക്കെ എടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ എന്തായാലും അവൾ ചോദിച്ച സ്ഥിതിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു നമ്മുടെ ചെറിയൊരു തിണ്ടുണ്ട് കേട്ടോ ചുമരിനോട് ചേർന്നിട്ട്, അതുമ്പോൾ കയറി നിന്നിട്ടാണ് ഇതൊക്കെ പൊടി തട്ടണതും തുടച്ചെടുക്കണതും 3-4 പ്രാവശ്യം മുക്കി തുടച്ചിട്ടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വീഡിയോസും എടുത്തു വെച്ചു. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ ആഘോഷിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. എന്തൊക്കെയാ വിഷു ഒരുക്കങ്ങളൊക്കെ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.